കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു കുട്ടിയടക്കം കാസർഗോഡ് ജില്ലക്കാരായ 5 പേർ മരിച്ചു. കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 4 പേരും ഒപ്പം ഡ്രൈവറുമാണ് ദാരുണമായ മരണത്തിന് ഇരയായത്. തിങ്കളാഴ്ച രാത്രി 10:15ഓടെയായിരുന്നു അപകടം. ഒരു കുടുംബത്തിലെ 4 പേരും ഒപ്പം ഡ്രൈവറുമാണ് മരിച്ചത്. ചെറുകുന്ന് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച രാത്രി 10:15ഓടെയായിരുന്നു അപകടം. 4 പേർ തൽക്ഷണം തന്നെ മരണപ്പെട്ടു. പരിക്കേറ്റ 9 വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഓടിച്ചിരുന്ന 59കാരൻ കാസർഗോഡ് കാലിച്ചരടക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ KN പത്മകുമാർ, യാത്രക്കാരായ 52കാരൻ ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരന്റെ ഭാര്യ 35കാരി അജിത, ഭാര്യാപിതാവ് 65കാരൻ പുത്തൂർ കൊഴുമൽ കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകനും 9 വയസ്സുകാരനുമായ ആകാശ് എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ ഭാഗത്തുനിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എതിരുവരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പിന്നിലുണ്ടായിരുന്ന മറ്റൊരു ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ എതിരെ ഗ്യാസ് സിലിണ്ടറുമായി വരികയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന കാറും സ്വിഫ്റ്റ് കാറും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിപ്പോകുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വലിയ അപകടമാണ് സംഭവിച്ചത്. കാറിൽ കുട്ടികളടക്കം 5 പേരുണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം ഓടിയെത്തി ഫയർഫോഴ്സിൽ കൂടി ചേർന്ന് വന്നുകൊണ്ടാണ് കാറ് വെട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുക്കുകയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. കാർ ലോറിയുടെ മുൻവശത്തിടിച്ച് ബോണറ്റ് ഉൾപ്പെടെ ലോറിക്കടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു. കാറിന്റെ ബോഡി മൊത്തം ഒടിഞ്ഞു മടങ്ങിപ്പോയിരുന്നു. നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ആർക്കും ബോധമുണ്ടായിരുന്നില്ല. സമീപത്തെ ടർഫിൽ കളിച്ചുകൊണ്ടിരുന്നവരും പരിസരവാസികളും ചേർന്നാണ് ആദ്യ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നാലെ കണ്ണൂർ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. മകൻ സൗരവിനെ കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ CIക്ക് ചേർത്ത് ഹോസ്റ്റലിലാക്കി വരികയായിരുന്നു സുധാകരനും കുടുംബവും. ഇതിനിടയിലാണ് ഇവരെ മരണം അതിദാരുണമായി തട്ടിയെടുത്തത്. അപകടത്തിനിടയാക്കിയ 2 ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരം ലഭിച്ചയുടൻ മോട്ടോർ വാഹന വകുപ്പ് അധികാരികളും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.